ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വാട്ടർമെലൺ സ്റ്റോറീസ്. ഇന്നത്തെ ഞങ്ങളുടെ ഇൻട്രോ ഒരുമിച്ചുള്ള ഇൻട്രോ അല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്, മധുവിൻ്റെ. അപ്പം ഞാൻ അതേ കുളിച്ച് സെറ്റായി ഇപ്പോൾ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവൾ എൻ്റെ അടുത്തൊരു 11:30 കഴിയുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞേക്കണേ. ഇപ്പോൾ ഓൾമോസ്റ്റ് 11:30 ആയി. അപ്പം ഞാൻ അവൾക്കുള്ള ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഗിഫ്റ്റൊക്കെ ഇതായിരിക്കുന്നു. ഗിഫ്റ്റും ഒരു കാർഡും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതൊക്കെ ആയിട്ട് അവളുടെ അടുത്ത് പോകണം. അപ്പോൾ അവൾ ഓൾമോസ്റ്റ് ഒരു 11:30 കഴിയുമ്പോൾ റെഡി ആയിരിക്കും. അപ്പോൾ ഞാനവിടെ പോവുക, ഈ ഗിഫ്റ്റൊക്കെ ഒന്ന് കൊടുക്കുക. പിന്നെ എൻ്റെ വീട്ടിലും അച്ഛനും അമ്മയൊന്നും ഇല്ല, അവരൊക്കെ ജസ്റ്റ് എറണാകുളത്ത് എന്തോ പോയേക്കുക. അപ്പം ഞാനും ഇവിടെ നമ്മുടെ റിയോമോന് മാത്രമേ ഉള്ളൂ. റിയോമോൻ കിടക്കുക. അപ്പം ഞാൻ ഇപ്പം നേരെ പോയിട്ട് അവളെ കണ്ട് അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് വേണം ഇറങ്ങാൻ. പിന്നെ ഇപ്പോൾ എൻ്റെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് മൊത്തം അടച്ചിട്ട് വേണമെങ്കിൽ ഇറങ്ങാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ മൊത്തം അടച്ച് ഗേറ്റൊക്കെ അടച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി നേരെ അവളുടെ അടുത്തേക്ക് പോകാം. വീടൊക്കെ പൂട്ടി ഇറങ്ങി. അങ്ങനെ അത് എൻ്റെ പോപ്പിക്കുട്ടൻ. ഞങ്ങളുടെ വീട്ടിൽ ആക്ച്വലി 2 ഡോഗുണ്ട്. ഒന്ന് റിയോമോനും ഒന്ന് പോപ്പിക്കുട്ടനും. അപ്പോൾ അങ്ങനെ അവരൊക്കെ പോയി. ഇനിയിപ്പോൾ ഞാൻ ഈ കാർ എടുത്തിട്ട് അവളുടെ അടുത്തേക്ക് പോകണം. പോയിട്ട് വേണം ബാക്കി ഗിഫ്റ്റൊക്കെ ഒന്ന് കൊടുക്കാൻ. അപ്പം നമുക്കിനി ബാക്കി അവളുടെ അടുത്ത് വെച്ച് കാണാം. ഇനി അവിടെ ചെന്നിട്ട് ഈ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് വേണം ഇനി ലുലുവിലേക്ക് പോകാൻ. ഇവിടെ നിന്ന് ആക്ച്വലി ഒരു 1 കിലോമീറ്റർ തികച്ചുള്ളൂ അവളുടെ വീട്ടിലേക്ക്. അപ്പം ഇനി ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് നമുക്ക് അവളുടെ റിയാക്ഷനൊക്കെ ഒന്ന് കാണണം. കണ്ടിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇപ്പം നമുക്ക് ലുലു പോയി. അവളാണ് ഇന്ന് ഫുഡൊക്കെ വാങ്ങിത്തരാന്ന് പറഞ്ഞേക്കണേ. ഗിഫ്റ്റ് കാണുമ്പോൾ അവൾ ഭയങ്കര ഇഷ്ടപ്പെടുമായിരിക്കും. നമുക്ക് നോക്കാം. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം എനിക്ക് വാച്ച് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളതല്ല, നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളതായിരുന്നു മെയിൻ. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും ഞാനും ഭയങ്കര അവളും എക്സൈറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കണം. ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്ന ആൾക്ക് ഉറപ്പാണ്. പക്ഷെ എന്താണെന്നൊന്നും അവൾക്ക് ഇതുവരെ ഒരു ഐഡിയ ഒന്നുമില്ല. അതേ മധുവിൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പം അവളുടെ അമ്മ ഇപ്പോൾ ഒന്ന് ഗേറ്റൊക്കെ തുറക്കും. അതെ, അവളുടെ അമ്മയാണ്. ഒന്ന് ഗേറ്റൊക്കെ തുറക്കും. 2 ഡോഗ് ഉണ്ട് ഇവിടെ 2 അല്ല 4 ഡോഗ് ഉണ്ട് ആക്ച്വലി. അപ്പം ഇനി നമുക്ക് അവളുടെ അമ്മയോട് ചോദിക്കാം അവളിവിടെ ഉണ്ടോ, ഐ മീൻ കുളിക്കുകയാണോ. മുകളിലാണെങ്കിൽ മാത്രം ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഞാൻ ഇപ്പോൾ അവളുടെ വീടെത്തി. അപ്പോൾ ആസ് പെർ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ അവളുടെ അമ്മയുണ്ട്. അമ്മേ ഒന്നേ പോയി അപ്പം അവിടെ ഒക്കെ ഉണ്ട്. അങ്ങോട്ട് പോയി. അപ്പം നമുക്ക് ഈ ഗിഫ്റ്റ് അവൾക്ക് എന്തായാലും കൊടുക്കാം. അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അങ്ങടേക്ക് പോവാം. ഞാൻ ഭയങ്കര അവളുടെ റിയാക്ഷൻ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമുക്ക് നോക്കാം അവളുടെ റൂം. മധു റെഡി ആവുകയാണോ? കണ്ണടക്കി എന്നാ ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. അങ്ങനെ അതിന് ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുത്ത് പൊട്ടിച്ചു നോക്ക്. അത് അടിയിലൊന്ന് പൊട്ടിച്ചു നോക്കണം, ഇവിടെ ഒന്ന് പൊട്ടിച്ചു നോക്കണം. ഓക്കെ എന്നാ ബാബാ ഇപ്പൊ മധു എക്സൈറ്റഡ് ആണ്. എന്താ അതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാൻ വേണ്ടിയുള്ള നാളെയാണ് മധുവിൻ്റെ ബർത്ത്ഡേ. അപ്പം ഞാനാണെങ്കിൽ അവൾക്കൊരു വാച്ച് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. കാര്യം ഞാൻ ഇത്രയും ദിവസം ഇങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ. പിന്നെ നാളെ ഞാൻ അവൾക്ക് നാളെ ഞങ്ങൾ ലുലു പോകുന്നുണ്ട് ബൈ ദ വേ. അപ്പോൾ ലുലു പോകുമ്പം അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സൊക്കെ വാങ്ങാമെന്ന് വിചാരിക്കണേ. പക്ഷേ അവൾക്കറിയില്ല. അപ്പോൾ നാളെ ഞങ്ങൾ രാവിലെ ജിമ്മിൽ പോയിട്ട് വന്ന് കുളിച്ച് ഫ്രഷായിട്ട് നൈസായിട്ട് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. ഇത്രയും ദിവസമായിട്ട് ഒന്നും പാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു ഗിഫ്റ്റ് കാർഡ് വാങ്ങിയിട്ടുണ്ട്, ഇതൊന്നും എഴുതിയിട്ടില്ല. അപ്പം ശംഖുവിൻ്റെ അടുത്ത് ഞാൻ ഇന്ന് പറഞ്ഞു, അതുകൊണ്ട് അനിയത്തിയുടെ അടുത്ത് പറഞ്ഞ് ഇന്ന് മേടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വരിപ്പിച്ചതാണ്. ഇപ്പം ഇതിനകത്ത് അനദർ എക്സ്ക്യൂസ് ടു ഈറ്റ് കേക്ക്, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതിലേക്ക് എഴുതണം. ഇതൊന്ന് പൊതിയണം. ബൈ ദ വേ ഞാൻ ഈ വാച്ച് നിങ്ങൾക്ക് ആദ്യം ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ആക്ച്വലി സ്വിച്ച് വാച്ച് ഹൗസിൻ്റെ സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്.
അന്ന കെൽവിൻ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ വാച്ചാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് വാച്ച്. അത്യാവശ്യം നൈസ് വാച്ചാണ്. അവൾക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. പക്ഷേ ഞാനപ്പോൾ ഈ ഇടയ്ക്ക് അവളൊരു വാച്ച് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് അത് വേണ്ട, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് വാങ്ങാം. ഇതാണ് വാച്ച്. ഇതാണ് സാധനം. അവൾക്ക് ഈ കളറും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് കണ്ടിട്ടില്ല. നമ്മൾ ഈ മോഡലൊരു വാച്ച് നമ്മൾ മുമ്പ് ലുലു പോയപ്പോൾ കണ്ടതാണ്. അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നിട്ട് നടന്നിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു നൈസായിട്ട് ഇപ്പോൾ ബർത്ത്ഡേക്ക് ഒരു വാച്ച് ഗിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതല്ല കണ്ട, വേറൊരു വാച്ചാണ്. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ അങ്ങനെ ഇത് പൊതിഞ്ഞു. വലിയ രസമൊന്നുമില്ല, തട്ടിക്കൂട്ടിയത് ഇങ്ങനെ പൊതിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നാളെ എന്തായാലും പൊട്ടിക്കാനുള്ളതല്ലേ. എന്നാലും കുറച്ച് നന്നായിട്ട് പൊതിയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് എനിക്ക് പൊതിയൊരിത്തിരി ടാസ്ക്കാണ്. അങ്ങനെ മധുവിനെ വിളിച്ചു, വിഷൊക്കെ ചെയ്തു. അങ്ങനെ അവളെന്തായാലും കിടക്കാൻ പോയി. കാര്യം നാളെ നമുക്ക് രാവിലെ നേരത്തെ ജിമ്മിൽ പോകണമെന്ന് പ്ലാനുണ്ട്. കാര്യം ലുലിലൊക്കെ പോകണം. പിന്നെ വൈകിട്ടാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കേക്കൊക്കെ മുറിച്ചൊരു പരിപാടി ഉണ്ട്, അതൊക്കെ വൈകിട്ടാണ് പ്ലാൻ ചെയ്യണേ. പിന്നെ അതേ ചെറിയൊരു കാർഡിൽ എഴുതി ഇത്രയും കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിന് നാളെ അവൾക്ക് കൊടുക്കണം. അതിനകത്തിട്ട് രണ്ടും കൂടെ ഇങ്ങനെ അങ്ങ് കൊടുക്കണം. അപ്പം ബാക്കി നടക്കണം. എന്തായിരിക്കും അത് അതിൻ്റെ ഉള്ളിൽ? നിനക്ക് എന്താണ് അതിൻ്റെ ഒരു ഗസ്? എന്താ പറഞ്ഞേ? വല്ല ഷോക്കേസ് വെക്കുന്നതായിരിക്കോ? അറിയില്ല, വല്ല ഷോക്കേസ് വെക്കുന്നതായിരിക്കും അല്ലേ? പൊട്ടിക്ക്, നമുക്ക് നോക്കാം. എല്ലാരും ഗിഫ്റ്റ് ഒക്കെ കൊടുത്താ മധുവിന്? അന്ന് ആരും ഗിഫ്റ്റ് കൊടുക്കാത്ത മധുവിന്? തരാൻ വിചാരിച്ചോ അല്ലേ? എന്ത് ചൂട്! ഫാൻ ഇട്ടോ? അയ്യോ, കൊറേ കഷ്ടപ്പെട്ടു തോന്നണു പൊതിയ. ഇന്നലെ രാത്രി ഞാൻ നിന്നെ വിളിക്കണതിന്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്തോണ്ടിരുന്നത്. മതി, എന്തായിരിക്കും എന്നാലും പറ, ഒന്ന് ഗസ് ചെയ്യ്. എന്തെങ്കിലും ഭയങ്കര ഈ ടേബിളിലൊക്കെ വെക്കുന്ന എന്തെങ്കിലും ഐറ്റം ആയിരിക്കണം. പൊട്ടിക്ക്. വാച്ചായിരിക്കില്ല. ഇതെന്താ? എന്താണോ? ഇഷ്ടപ്പെട്ടോ അത്? എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? അയ്യോടാ, താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. കൈ കെട്ട്. ലൂസായിരിക്കോ? എനിക്കറിഞ്ഞൂടാ. നമ്മൾ ലുലു പോകണ്ടല്ലോ, അപ്പൊ നമുക്ക് എന്തായാലും ടൈറ്റ് ചെയ്യാം. അതെനിക്ക് ലൂസാ, നല്ല ലൂസാ. ഇങ്ങനെ ഉണ്ടോ? ഇഷ്ടപ്പെട്ടാ? ഓക്കെ. പിന്നെ ഇപ്പൊ നമുക്ക് ലുലു പോയി ഇവർക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പം ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് ബാക്കി അപ്പം കാണാം. അതിന്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് എന്താ പറയാ? എനിക്കോ സന്തോഷമായ കാര്യം, ഡബിൾ സന്തോഷം. അത് ഭയങ്കരമായിപ്പോയി. ദൈവാധീനം കൊണ്ട്, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട്, എൻ്റെ പ്രാർത്ഥന കൊണ്ട് ശരിയായി. മോൻ്റെ ഭാഗ്യം കൊണ്ട്. മതിയോ? അനദർ ഇയർ അനദർ എക്സ്ക്യൂസ് ടു ഈറ്റ് കേക്ക്. അതിന്റെ അച്ഛനോടില്ല, അപ്പൊ അവിടെ ജോലിക്ക് വെക്കാം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഒന്ന് ഇവിടെ റെഡിയായി. ഇനിയിപ്പോ നമുക്ക് നേരെ കാർ എടുക്കാം, നേരെ ലുലു പോവാ, അത്രേ ഉള്ളൂ. അല്ലേ മധു? ഞാൻ ഈ വാച്ച് എടുക്കാം കേട്ടോ.
അതെ നമ്മളിത് കാറൊക്കെ എടുത്തു. ഇനിയിപ്പോ അതെ ലുലുവിലേക്ക് പോവാ. മധുവാണ് ഡ്രൈവർ. മധു ഇൻചാർജ്. അപ്പം ഇനിയിപ്പോ ലുലു പോയിട്ട് ആണ് നമ്മൾ ഇനി എന്താ മധു ലുലു പോയിട്ടുള്ള പ്ലാൻസ് പറയൂ. ലുലുവില് പോവാ. വാച്ച് ഒന്ന് അതിൻ്റെ ലൂസാണ്, അപ്പൊ എനിക്ക് അതൊന്ന് റൈറ്റ് ആക്കണം. പിന്നെ ഡ്രസ്സ് നോക്കണം എന്നുണ്ട്. പിന്നെ മെയിൻ ഫുഡ്. അതെ. അപ്പൊ എന്താണ് ഫുഡ് ഇന്ന് മധുവിന്റെ ഭയങ്കര ട്രീറ്റ്? അപ്പൊ എന്താണ് ഫുഡ് വാങ്ങി തരാൻ പോണേ? ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇതുവരെ ഒന്നും പ്ലാൻ ആക്കിയിട്ടില്ല. അതെ. അപ്പൊ ഇന്ന് മധുവിന്റെ സ്പെഷ്യൽ ട്രീറ്റിന് വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. സാധാരണ ഞാനാ ട്രീറ്റ് കൊടുക്കണ്ടേ? അല്ലല്ല, മധുവിനല്ലേ ട്രീറ്റ് തരേണ്ടത്. എന്റെ ബർത്ത്ഡേ അല്ലേ? അതെ, അവളുടെ ബർത്ത്ഡേ അല്ലേ. അപ്പൊ അവളെന്നെ എനിക്ക് ട്രീറ്റ് തരാം, അല്ലാണ്ട് ഞാൻ ട്രീറ്റ് കൊടുത്താൽ ശരിയാവില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ ലുലുലൊക്കെ പോയി ആദ്യം നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് മധുവിന് ഡ്രസ്സൊക്കെ നോക്കി എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. സോ ഞങ്ങളിപ്പോ ഇവിടെ ബാർബിക്യൂ നേഷനിൽ വന്നേക്കാൻ ലുലുല്. അത് സർപ്രൈസ് ആയിപ്പോയി, ഞാൻ ഞെട്ടിപ്പോയി. അതെ, മധു ഇത്ര വലിയ ട്രീറ്റ് ചെയ്തെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ, ഞങ്ങൾ വാച്ചൊക്കെ ശരിയാക്കി അല്ലേ മധു? ചോട്ടെ, വാച്ചൊക്കെ ഞങ്ങൾ ശരിയാക്കി. ഇനിയിപ്പോൾ അതെ ബാർബിക്യൂ നേഷൻ ഇതൊക്കെ കൊണ്ട് വെച്ചു. അപ്പം അടിപൊളിയാണ് അല്ലേ? അപ്പം എക്സൈറ്റഡ് ആണ്. അപ്പം ഇനി ഓരോ ഫുഡ് വരട്ടെ. പിന്നെ വേറെ ബാക്കി കോനെ പൊട്ടറ്റോ और पनीर और पाइनएप्पल. वेजिटेरियन में पोटैटो, पाइनएप्पल, किसकी कॉर्न, मशरूम, वो बोलेगा तो मिक्स बोलेगा तो दोनों आइटम आएगा. तो वो मिक्स हो रहा है. ഹിന്ദിയൊക്കെ അറിയാം. മിക്സ് हो रहा है. ലൈക്ക് വെജ് ഉണ്ടാവും നോൺ വെജ് ഉണ്ടാവും. മിക്സ്. അവർക്ക് ഹിന്ദിയൊക്കെ അറിയാം, എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല. അതാവുമ്പം നല്ല പൊട്ടറ്റോ ഒക്കെ നല്ല രസം ഫ്രൈഡ് ആയിട്ടുണ്ടാവും. പിന്നെ പനീർ ഉണ്ടാവും. അപ്പൊ ഫുൾ നോൺ വെജ് ആയി കഴിഞ്ഞാൽ ബോറടിക്കും. ഇത് ആക്ച്വലി നല്ല ചട്നിയാണ്. ഇത് നല്ലതാ. ഇത് എടാ ഇതാണ് കത്തിക്കല്ലേ. ഇത് ഈ സാധനമൊക്കെ വരും ഇങ്ങനെ തിരിക്കാനുള്ളത്. ഞാൻ വളരെ മുമ്പ് പോയേക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് വീട്ടുകാരുടെ ഒപ്പം. ഞാൻ അങ്ങനെ വരാറില്ല. അത് താങ്ക് യു. ഫസ്റ്റ് ചിക്കൻ ലെഗ് പീസ് ഉണ്ട്. चिकन लेग पीस, मटन सीख कबाब, മട്ടൺ കബാബാണ് വന്നേക്കണേ. വാ കഴിക്കാം. അതെ നീ എങ്ങനെയാണ് നോക്ക്. ഗ്രേവി അച്ഛനും ഉള്ളതാണ്. ഏതാ ഗ്രേവിയാ? എന്ത് ഗ്രേവിയാ? ഇതിലൊക്കെ മുക്കാട്ടെ. ഗ്രീൻ ചട്നി ഇല്ലേ, പുതിനയുടെ സംതിങ്. ഫസ്റ്റ് സാധനം വന്ന് ഇത് മട്ടനാന്നോട്. അപ്പം ഇത് അടിപൊളിയാണ് കേട്ടോ. ഗ്രേവി ഉണ്ട്. ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം. ഓക്കെ, സ്പൂൺ ഇപ്പോഴാണ് വന്നേ. ടേസ്റ്റ് നോക്കാം. താങ്ക് യു. മയോണൈസ് ഉണ്ട്. हॉट गार्लिक मेयोनेज़ स्वीट चिली. ഓക്കെ, താങ്ക് യു. മയോണൈസ് പോലത്തെ പരിപാടിയൊക്കെ വന്നിട്ടുണ്ട്. വേണോ? അത് എന്നിട്ട് നോക്കാം. बारबेक्यू सिग्नेचर डिश है काजिन स्पाइसी पोटैटो. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞു ഇതൊന്നും മനസ്സിലായില്ല. നോൺ വെജ് സ്റ്റാർട്ടേഴ്സ് വന്നു. तंदूरी चिकन टिक्का एंड प्रॉन्स. ഓക്കെ This is prawns, तंदूरी चिकन टिक्का, ഓക്കെ. chicken and fish. ഓക്കെ, सर ऑलरेडी कुक है सर. ഓ ऑलरेडी 90% कुक है. मीडियम है स्पाइसी, मोर स्पाइसी लेस स्पाइसी तो बता दीजिए चेंज करें. ഓക്കെ ठीक है. അതായത് കുറച്ച് കുക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി 90% സംതിങ് പെർസെൻറ്റേജ് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യണം. അത് കുത്തട്ടെ ഇത് തന്നെ. അങ്ങനെ സക്സസ്ഫുള്ളി സ്റ്റാർട്ടേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതേ മെയിൻ കോഴ്സ് ഞാൻ കുറച്ച് എടുത്തുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ഫുഡ് എന്തായാലും എടുക്കേണ്ടി വരും. അടുത്ത നമുക്ക് ഇനിയിപ്പം എന്തായാലും നമ്മുടെ കുൽഫി ഐറ്റംസ് ഒക്കെ എന്തായാലും കാണും. അപ്പം അതും കൂടെ കഴിച്ച് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ മറ്റേ പാനിപ്പൂരി മസാലപ്പൂരി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അതൊക്കെ കൂടി നോക്കാം. അപ്പം അവിടെ ഇപ്പോൾ ഫുഡ് എടുക്കാൻ പോയേക്കാം.
അടുത്ത് വന്നിട്ട് നമുക്ക് അതൊക്കെ കഴിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. അവളിതേ എനിക്ക് ചിക്കൻ സൂപ്പ് എടുക്കാൻ പോയേക്കാം. അവള് വെജ് സൂപ്പ് എടുത്തു. ചിക്കൻ സൂപ്പായിട്ട് വരണ്ട്. എന്തൊക്കെ എടുത്തേ മധു? ഞാൻ വലിയ കാര്യമായി ഒന്നും എടുത്തില്ല. ബൈ. എല്ലാം ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ഇത് എന്താ ഉള്ള അടുത്ത്? ഈ ഡെസേർട്ട് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, കുൽഫി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ ഇത് മാത്രം കുറെ കഴിച്ചെങ്കിൽ നമുക്ക് വയററിയില്ല, ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാവരും ഇത്തിരി ഇഷ്ടംപോലെ കറിയുണ്ട്, നമുക്ക് വേണ്ടത് എടുത്താൽ മതി. പിന്നെ എനിക്കിപ്പോൾ അങ്ങനെ കറിയോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്നുള്ളൂ. നിങ്ങൾക്ക് അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ടൈപ്പും ഉണ്ട്, വെജും നോൺ വെജും എല്ലാം. ഓക്കെ. അങ്ങനെ നമ്മളിപ്പോ കുൽഫി എടുത്തു, പിന്നെ കേക്ക്സ് എടുത്തു. കാണിച്ചോട്. പാനിപൂരി, ഗുലാബ് ജാമുൻ, ഇതെല്ലാം ഞങ്ങൾ ട്രെയിനർ കാണുമ്പോൾ ഞങ്ങളിങ്ങനെ. അതെ, അല്ല ഇന്നത്തെ ദിവസം നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാനും ഷുഗറൊന്നും കഴിക്കാറില്ല. പക്ഷെ ഇന്നത്തെ ദിവസം നമുക്ക് സ്കിപ്പ് ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്തതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മളിതൊന്നും കഴിക്കാണ്ടിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ് അല്ലേ മധു? അതെ അതെ അതെ, നമ്മളെല്ലാം കൂടെ ട്രൈ ചെയ്ത് നോക്കും. അതെ. അപ്പൊ എന്താ നിന്റെ പിന്നെ ഇത്ര നീ കഴിക്കോ? ഇത്രയും ഞാൻ ഒറ്റയ്ക്കല്ല കഴിക്കുന്നത്, ഷെയർ ചെയ്ത്. ഞാനും ഉണ്ട്. അതിന് ഒറ്റയ്ക്ക് ഞാൻ ആക്കള്ള. ഇതിന് ഞാനും ഉണ്ട്. എല്ലാം ഓരോന്നോരോന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇനി ഒരു ഐസ്ക്രീം കൂടെ ബാക്കിയുണ്ട്. അതെ, എനിക്ക് ഇതൊരു കുൽഫി ഉണ്ട്, ഒരു ഐസ്ക്രീമും ബാക്കിയുണ്ട്. അതും ഇപ്പൊ ഇവിടെ വന്നതിലുള്ള എല്ലാവർക്കും ഇതിൽ തൊപ്പിയൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി എല്ലാവരും ബർത്ത്ഡേ ആയിരുന്നു. നമ്മൾ ആക്ച്വലി ഇത് പ്ലാനിലുണ്ടായിരുന്നില്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് കയറി. അപ്പൊ നിനക്ക് വിഷമം ഉണ്ടോ? ലൈക്ക് നിന്റെ ബർത്ത്ഡേ അങ്ങനെ പാട്ടൊന്നും പാടാത്തതിന്? കാരണം ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണല്ലോ. അങ്ങനത്തെ വിഷമമൊന്നുമില്ല. അതെന്താ? അങ്ങനത്തെ വിഷമമൊന്നുമില്ല. ഇല്ല, എന്നാലും എല്ലാവരും നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ വന്ന എല്ലാവരുടെയും ബർത്ത്ഡേ ദിവസം അതൊക്കെ ചെയ്ത് നിന്റെയും ബർത്ത്ഡേ ആണല്ലോ. കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പ്ലാൻ അല്ലാത്തോണ്ടായിരുന്നു. അടുത്ത ബർത്ത്ഡേക്ക് പ്ലാൻ ചെയ്തോ? അടുത്ത ബർത്ത്ഡേക്ക് പ്ലാൻ ചെയ്തോളെ. അടുത്ത ബർത്ത്ഡേക്ക് പ്ലാൻ ചെയ്യണം എങ്ങനെയാ? നമ്മൾ ഈ ബർത്ത്ഡേയിൽ നമ്മളത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ അടുത്ത ബർത്ത്ഡേ പ്ലാൻ ചെയ്യും. വിഷമില്ല, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് നോക്കാം. ഇപ്പൊ എക്സൈറ്റഡ് ആയില്ലേ? ഈ പ്ലാൻ എനിക്ക് നേരത്തെ അറിയായിരുന്നു. നിന്നെ വിഷ് ചെയ്യണത്. ഞാൻ അവിടെ പറഞ്ഞ കൈ കഴുകാൻ പോണെന്ന് പറഞ്ഞു. ഇനി പറ. നീ പ്ലാൻ ചെയ്ത് വെച്ചോ കേസൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. എങ്ങനെ നിനക്ക് മനസ്സിലായേ? അതൊക്കെ എനിക്കറിയാം. ഇത് കുടിക്കാം. നീ എടു കുടി. കൊള്ളാട്. ഓക്കെ, കൊച്ചിനെ അറിയില്ലായിരുന്നു ഇത്രയും സർപ്രൈസ് ആവുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ പ്ലാനിങ് ആയിരുന്നു. ഇടയ്ക്ക് കൈ കഴുകാൻ പോണെന്ന് പറഞ്ഞ് പോയത് എങ്ങനെയൊക്കെയാന്ന് വിചാരിച്ചത്. അത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഫുഡിൽ ഇങ്ങനെ അതെ. അപ്പൊ ഇവിടുത്തെ പരിപാടിയൊക്കെ എല്ലാം അതിന്റെ പൈ എന്തോ ബില്ലും കൊടുത്തിട്ട് നൈസായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഇനിയിപ്പോ ഡ്രസ്സും കൂടെ എടുത്ത് ഇവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു. അവിടെ ചെന്ന് അടുത്ത കേക്ക് മുറി അല്ലേ മധു? സോ ബിസി. അപ്പൊ ഇനി ബാക്കിയെല്ലാം വഴിയെ കാണാം. പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. മോഡലാണോ? ലിവൈസിന്റെ പുതിയ മോഡലാണോ അത്? ഇത് മറ്റേ പാൻറ്റാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഈ ഡ്രസ്സ് കൊള്ളാം.
ഓ ആ പക്ഷെ ഈ ടീഷർട്ട് കൊള്ളാം. ടോപ്പ് എടുത്തോ, പാൻറ്റ് നമുക്ക് മറ്റേത് തന്നെ എടുക്കാം. ഓക്കെ ഓക്കെ. ഇന്നത്തെ ക്യാമറ ഞാനാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ മിറർ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ ക്യാമറ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു ഓഫറും കൂടെ ഉള്ളതുകൊണ്ട് സഞ്ജുവാണ് ട്രൈ ചെയ്യാൻ പോയിരിക്കുന്നത്. മാമ ഡ്രസ്സ് എടുക്കാൻ വന്നു. ലാസ്റ്റ് ഇപ്പോൾ ഞാനൊരു ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ട് അതെടുക്കേണ്ട സിറ്റുവേഷൻ തോന്നുന്നു. ഇതാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച ഡ്രസ്സ്. ഫിനാൻസിൻ്റെ തന്നെ കൊള്ളാം. അങ്ങനെ അതിൻ്റെ എൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ ഗിഫ്റ്റുകളും സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ്. അത് എനിക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ റിലേ പോയി കിടക്കുക. അതെ, ഇപ്പോഴാണൊന്ന് റെസ്റ്റ് എടുക്കുന്നത്. എനിക്ക് ആ സീറ്റ് കിട്ടിയത് എന്തൊരു ഭാഗ്യം. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇനിയിപ്പോൾ ഹൈപ്പറിലൊക്കെ പോവുക. എന്തൊക്കെയോ വീട്ടിലേക്ക് ഇനിയിപ്പോൾ ഈവനിങ് ഫംഗ്ഷൻ്റെ പരമായിട്ട് എന്തൊക്കെയോ വാങ്ങാനുണ്ട്. അതും വാങ്ങിയിട്ടില്ല. ചെറിയ കേക്ക് കട്ടിങ്. അതെ, ഫംഗ്ഷൻ ആണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ ഫംഗ്ഷൻ പരമായിട്ടുള്ള ചെറിയ കേക്ക് കട്ടിങ് പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പം ഇത് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അങ്ങനെ ഞങ്ങളിപ്പോൾ അതേ മധുവിൻ്റെ വീട്ടിലെത്തി. ഡ്രസ്സൊക്കെ മാറി. ഇനിയിപ്പോൾ അതേ ബർത്ത്ഡേ ഒന്ന് കേക്കൊക്കെ മുറിക്കണം. അപ്പം എൻ്റെ വീട്ടുകാരിപ്പോൾ എത്തും. അവരിപ്പോൾ അതേ ഓൺ ദ വേ ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടോ അല്ലേ അത്? അതിപ്പോൾ വിളിച്ചോളൂ. അപ്പോൾ നമുക്കിനിയിപ്പം കേക്കൊക്കെ മുറിച്ച് കൊച്ചിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് നമുക്ക് വേഗം വരാം. അപ്പോൾ നമുക്ക് നേരെ എനിക്ക് തോന്നുന്നു വീട്ടുകാരൊക്കെ ഒന്നും നമുക്ക് അങ്ങോട്ട് പോകാം. പോട്ടെ മധു. അതെ, അമ്മ ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വാ കയറി. ആ അത് മേടിക്കേ. കൊടുത്തോ, ഗിഫ്റ്റാ കൊടുത്തോ? ഗിഫ്റ്റ് എല്ലായിടത്തും ഗിഫ്റ്റ് കിട്ടിയാ അത് നിനക്ക് ഇപ്പൊ. അതെ, സി മധുവിന്റെ അച്ഛൻ മധുവിന് ഗിഫ്റ്റ് കൊടുത്തു. അതെ, അതും അങ്ങനെ തന്നെ പോയിട്ട് ഫോട്ടോ പൊട്ടിച്ചു നോക്കും മധു. എന്താ എന്തോ വലിയ ഗിഫ്റ്റിലേക്കുള്ള താക്കോലാണത് എന്നാണ് എനിക്ക് തോന്നണേ. നല്ല വെയിറ്റ് ഉണ്ട്. അമ്മയെ കൊടുക്കുന്ന വെയിറ്റ്. എവിടെ വെക്കും? എവിടെ വെക്കും? ഇവിടെ വെക്കാം. അല്ല വെച്ച് ലൈറ്റ്. അമ്മേ, ഞാനിപ്പോ ആദ്യം ഇതില് എനിക്ക് അവകാശമുള്ളതുകൊണ്ട് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരുന്നില്ല. എനിക്ക് അവകാശമുള്ള സാധനം. ഓക്കെ ഓക്കെ. ഓ ഇനി എന്ത് വേണം? അച്ഛന് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാൻഡായി മറ്റേ. അതെ, ഇത് ഈ സ്റ്റാൻഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ. ആ ഓക്കെ. ഇത് ഞാൻ ആവശ്യം കണ്ടിട്ടില്ലല്ലോ. എക്സൈറ്റഡ് ആണോ അത്? എന്തത്? ഇത് എനിക്കറിയാം, പക്ഷെ ഞാനത് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. താങ്ക് യു. കൈ നോക്കി മുറിക്കിട്ട. ആവേശം മൊത്തം കൈ മുറിച്ചളയല്ലേ. ഇത് പെയിന്റ് പാലസ്. ഇത് മധുവിന് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ പെയിന്റ് ഒക്കെ ഒഴിച്ച് ട്രാവലൊക്കെ ചെയ്ത് പെയിന്റ് ഒക്കെ പെയിന്റ് ഒഴിക്കാൻ, വെള്ളം ഒഴിക്കാൻ പാത്രമുണ്ട്, എല്ലാം ഉണ്ട്. ഈ ബ്രഷ് മാത്രം. ഓ ഇനി അത് വലിയ ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോവാണ്. ഇത് എങ്ങനെ ഞാൻ ഇത് പൂജമുറിയിൽ ഇരിക്കുകയായിരുന്നു എത്ര ദിവസം. ഞാൻ കയറില്ലെന്ന് ഇറങ്ങാണ്ടാണ് അവിടെ വെച്ചത്. എന്താ മതി എക്സൈറ്റഡ് ആണോ? പറ. പിന്നെ ഇതെന്താന്ന് പോലെ എനിക്കറിയാൻ പാടില്ല. കയ്യൊക്കെ ഉറക്കണ്ട. ഇത് പിയാനോയാ? ലൈറ്റ് അല്ല,
ലൈറ്റ് ആയിരിക്കും ചിലപ്പോ. നീ ഇങ്ങനെ കറങ്ങുമ്പോ ഞാനും കറങ്ങിക്കൊണ്ടിരിക്കുക. അമ്മേ ഇവിടെ എല്ലാം വെക്കുക എന്നാലല്ലേ എനിക്ക് ഇവിടെ വെച്ചോ. ആ അടച്ചോ അടിയിലിരുന്നോ. എന്താ ഓ കൊട കിട്ടി മധുവിന് ഫസ്റ്റ് തന്നെ. ലൈറ്റിന്റെ സ്റ്റാൻഡ്, വീണ്ടും വേറെ സ്റ്റാൻഡ്. ഇങ്ങനെ ഇതെന്താണ് നടക്കണേ അതുപോലെ. ബൾബ് വയ്ക്കുന്ന ബൾബ്, ബൾബ് വയ്ക്കുന്ന സ്റ്റാൻഡ്, ബൾബ് വയ്ക്കുന്ന സ്റ്റാൻഡ്. ഇതൊക്കെ പറ എന്താന്ന് പറ, വെറുതെ ബൾബ് ഇതടുത്ത സ്റ്റാൻഡ്. പറ എന്തൊക്കെയാന്ന് പറ, ഇനി എക്സ്പ്ലെയിൻ ചെയ്. ലൈറ്റും ലൈറ്റിന്റെ സ്റ്റാൻഡുകളും. ക്യാമറ നോക്കി പറ. ലൈറ്റും ലൈറ്റിന്റെ സ്റ്റാൻഡുകളും അല്ല, നല്ല ബാഗ് കേട്ടോ. എനിക്കിനി വർക്കിന് പോകുമ്പോ ഈ ബാഗായിട്ട് പോവാ. ക്യാമറ അടിയിൽ വെച്ചിട്ട് കാര്യമല്ല, എനിക്ക് വർക്കിന് പോകുമ്പോ ആ ഷൂട്ടിങ്ങിന് പിന്നെന്താ പിന്നെ ഇതെല്ലാം വീഡിയോ തരും. അതെ, മധു കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വലിയ തീപ്പെട്ടിയുണ്ട് പൂജ റൂമിൽ. എന്തെങ്കിലും മതി, കത്തിക്കുമ്പോ ആരും കാണുന്നില്ലല്ലോ, പുറത്തുമ്പോഴല്ലേ കാണണ്ട ആവശ്യം. ഞാൻ കത്തിച്ചുതരാം. ഇത് അതില് വീഴുണ്ടല്ലോ, ഓരോന്ന് എടുത്തിട്ട് അതിൽ കത്തിച്ചു. കൈ പൊളി വെക്കോ വൈകുന്നേരം അവിടെ വെക്കേ. ആ എന്നാ അവിടെ വെക്കേ. കുറവുണ്ടല്ലേ. ഇതിന്റെ ഫോട്ടോ എടുക്കണ്ടേ? ഇതിന്റെ ഫോട്ടോ എടുക്കണ്ടേ? ആ എൻ്റെ ഫോണിലെടുക്കാം. പുറകിലെടുത്തേ ഞാൻ എടുക്കണം. വാ 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 വാ. എഴുതുന്നുണ്ട് ഒന്നോ ഞാൻ എടുത്തോ. ആ ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു മാധു. Happy birthday to you. അത് മുറിച്ച ആ വേണ്ടേ. ആ കൊടുക്കാം. അയ്യോ കേക്കില്ല, ഞാൻ തരാട്ട വലിയ പീസ്. അങ്ങനെയുണ്ട്. ആ മുറിച്ചെടുത്തോ. ഓരോരുത്തരായിട്ട് ഞാൻ പറഞ്ഞെടുക്കാം.
ആ നീ അമ്മേ കുറിച്ചോട്. മുറിച്ചു വെക്കിയേ. തരട്ടെ. ഈ കേക്കാണോ നമ്മളൊന്ന് ഇത് തന്നെ. സെയിം തന്നെയാണോ? ആ കുഴപ്പമില്ല. ഹാപ്പി ബർത്ത്ഡേ. അല്ലല്ലേ അത് കഴിക്കണ. മത നിനക്ക് എന്തേലും നീ പറയാനുണ്ടോ? അത് സൂപ്പറായി ഇപ്പൊ. അച്ഛന്റെ ഗിഫ്റ്റ് പൊട്ടിച്ചില്ലേ? ഒരാളുടെ ഗിഫ്റ്റ് പൊട്ടിച്ച് ഇനിയിപ്പോ ദേ അടുത്ത ആളുടെ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ. താങ്ക് യു മമ്മി. ഇല്ല ഒന്നും കുഴപ്പമില്ല. മൊത്തം ഇതാ ശംഖു. അമ്മ കൊടുക്കട്ടെ എല്ലാം കൂടി വിളിച്ചോളി. അമ്മ കൊടുത്തില്ലേ ഇപ്പൊ എന്താ കാണിച്ചത്? കയ്യേറി തുടയ്ക്കാൻ പോയി. പൊട്ടിക്ക്. എന്നാ പിന്നെ ഇവരുടെ ഗിഫ്റ്റും പൊട്ടിക്ക്. ആ അതും പൊട്ടിക്കണം. ആദ്യം ഇത് നോക്കാം. അതിന് വേണ്ടി നമുക്ക് എത്രയോ പറഞ്ഞൊക്കെ എന്നായിരിക്കും അതു. തുറക്ക്. ഓ സീൻ. ജോയൽ കസിൻ എന്തൊക്കെയാണല്ലോ. ഇത് വേറെ അത് പെറ്റിയോട് പെറ്റി. കാണിച്ചേ എന്തത് കമ്മല. എനിക്ക് വയ്യ. എന്താ വാറണ്ടി കാർഡ്. അമ്മക്ക് ഡയമണ്ടാ. ഭയങ്കര സർപ്രൈസ് അല്ലേ? ആ സർപ്രൈസ് ആയി പോയി. അയ്യോ ഞാൻ ഗോൾഡാണ് ഡയമണ്ടാ. എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഉണ്ടായിട്ടില്ല. അമ്മയുടെ കണ്ടു 25ാമത്തെ ബർത്ത്ഡേ അല്ലേ? അതെ. സർപ്രൈസ് ഉണ്ടല്ലേ? അതെ പിന്നല്ലാണ്ട്. അതെ ആ ശീലാക്കല്ലേ അയ്യോ വയസ്സ് പറയാൻ പാടില്ല. താങ്ക് യു. ആ ചങ്ക്. അടുത്ത ആള്. ഹാപ്പി ബർത്ത്ഡേ. ശംഖു എന്നെ മാതിരി ഭയങ്കര ഇതായി. രാവിലെ വേറൊരു രസം ഉണ്ടായിരുന്നു ഒരാളുടെ. അത് ഞാൻ വായിച്ചു തീർത്തോളൂ. അതാ രസയാ. അതെയാ? ഇന്നും കാർഡ് തന്നായിരുന്നു. സഞ്ജു തന്നായിരുന്നു. തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച. ആ മധുന് ഇഷ്ടമുള്ള സാധനം കിട്ടിയിട്ടുണ്ടല്ലോ. അയ്യോ എല്ലാം കാണിച്ചു. ക്യൂട്ട് ക്യൂട്ട്. കാണിച്ചു. ഇത് മറ്റേ കാണിച്ചോട്. സെറ്റ്. പിന്നെ താങ്ക് യു. അതെ. ഇനിയിപ്പോ അതിന് ജീൻസായി. വയസ്സിന്റെ ജീൻസൊക്കെ. ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാം ലൂസായി പോയി. അതെ ഇല്ലില്ല ഇതൊക്കെ സിംഗിള സെറ്റ്. നമ്മുടെ അടുത്തല്ലേ. എടുത്തല്ലോ ഓൾറെഡി. അമ്മേ എന്താണ് മരുമകളെ പറ്റിയുള്ള അഭിപ്രായം?
നല്ല അഭിപ്രായം. നല്ല പറ. നല്ലത്. നല്ലതാ, ഇതാണോ പറയാനുള്ളത്? പറ എന്നാലും. ആ പച്ചര. എനിക്കിത് പറഞ്ഞപ്പോൾ തന്നെ സന്തോഷമായി. ആഘോഷമായിട്ട് നടത്തുന്നതും എനിക്ക് സന്തോഷമായി. ദിവസത്തെ പറ്റി പറയാമോ? അല്ല, ഇന്ന് ഒരു എക്സൈറ്റഡ് ഡേ ആണ്. പിന്നെ പ്രത്യേകിച്ച് നിശ്ചയം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ബർത്ത്ഡേ ആണ്. അതാണ് ഒരു അച്ഛനെ സമയത്തോളം ഏറ്റവും വലിയ കാര്യം, മനസ്സിലായി. പിന്നെ നമ്മൾ എല്ലാ വർഷവും നമ്മൾ രണ്ടുപേരാണ് ബർത്ത്ഡേ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഒരു അടുത്ത് വേറൊരു ഫാമിലിയും കൂടി ഒന്നായി, അതാണ് ഏറ്റവും വലിയ സന്തോഷം. അടുത്ത് മുമ്മിയുടെ അഭിപ്രായം? സന്തോഷം സന്തോഷം സന്തോഷം. എന്നാലും ഇത്ര വലിയ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെങ്ങനെയായിരുന്നു? ഇത്രയും വലിയ ഗിഫ്റ്റ് തരുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. ഇല്ല, അമ്മയുടെ സത്യം ഞാൻ അമ്മ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് തരുന്നത് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കും തന്നെ എനിക്ക് പോകും. അമ്മ എന്റെ ഞാൻ നോക്കിക്കോളാം, അങ്ങനെയല്ല അമ്മ പറയാം, എന്റെ ഞാൻ നോക്കിക്കോളാം, ഞാൻ ആർക്ക് ഷെയർ ചെയ്യില്ല. രണ്ടാമത്തെ സാധനം പറ, ഒരു ഇത് പറ. വേറെ ഒന്നും പറയാനില്ല. എന്താണ് ഇന്നത്തെ ദിവസത്തെ പറ്റി, എന്താണ് നിങ്ങളുടെ ഈ ബർത്ത്ഡേ ആയ നിങ്ങളുടെ മകളെ പറ്റി പറയാനുള്ളത്? മകളെ പറ്റി പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ സെക്ഷൻ ഇട്ടതിന് അമ്മയാണ്, അപ്പൊ എന്തെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. അതെ, മിണ്ടാതിരിക്കുന്നത് ശരിയാവില്ല. എന്നാ ഇത്രയും വലിയ ഗിഫ്റ്റ് കൊടുത്തത് അമ്മ തന്നെയാണ്. അപ്പൊ ഇത്രയും പറയാനില്ല, സന്തോഷം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പറ ശങ്കു. ഇവരാണ് എനിക്ക് കേക്ക് തരത്തെ. ഇവിടെ ചേച്ചിയുടെ 25ാമത്തെ ബർത്ത്ഡേ ആണ്. എനിക്ക് അങ്ങനെയൊന്നും പറയാറില്ല. നോർമൽ ഇടറാ. ഭയങ്കര പ്രായമായ പോലെ ഉണ്ട് ഇപ്പോഴും. അത് സത്യം. എന്നാലും എനിക്ക് ടൈം ഇത്ര വേഗം പോയത് ഇവിടെ ഒട്ടും സമയമില്ലാത്ത ഒരു വ്യക്തിയാണ്. രാത്രി 10 മണിക്ക് വരിക. കുട്ടികൾക്ക് എന്താ പറയാ, ആമിക്കുട്ടി ആ കുട്ടികളെ നോക്കി അവരെ നോക്കുന്നുണ്ട് ഹാപ്പി ആയിട്ട്. ആമിക്ക് വല്ലതും പറയണ്ട. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആയുഷ്മാൻ ഭവ, ദീർഘസുമംഗലി ഭവ ആവട്ടെ. ഒരു കൊല്ലം കഴിഞ്ഞാൽ നീ ഫ്രീ ആവും. ഇനി ഇവർക്ക് എന്താ പറയാനുള്ളത്? അമ്മി അച്ഛനൊന്നും എന്താ പറയാനുള്ളത്? അമ്മയ്ക്കൊന്നും പറയാനല്ല. നമുക്ക് ഈസി. അതെ, സെറ്റ്. അപ്പൊ ബാക്കി നമുക്ക് കഴിച്ചിട്ടൊക്കെ വരാം ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. അപ്പോൾ അതേ മധു പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു, ഞാനും ഇന്നതേ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടുകാരൊക്കെ ഒന്ന് കാണിച്ചു. അപ്പം അയ്യാ, എന്താ മധു നിന്റെ ഒരു ഇത് പറ. കുറേ സർപ്രൈസസ് അതിന് ഇഷ്ടംമാതിരി സർപ്രൈസ് ഉണ്ടായിരുന്നു. അപ്പം ഒന്നും പറയില്ല, വാക്കുകളില്ല. ഞാൻ ആദ്യമായിട്ട് ഇത്ര ഹാപ്പി ആയിട്ടൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ഞാൻ ലൈഫിൽ വന്നോണ്ട് അല്ലേ? അതെ. പിന്നെ മധു സമയം എത്രയായി? 8:45. 8:45. പുതിയ വാച്ചില് സമയമൊക്കെ നോക്കുന്നു. സോ അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ വീഡിയോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും.